സർഫസ് ഏരിയാസ് ആൻഡ് വോളിയത്തിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അതായത് CBSE മുമ്പ് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ടോയ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ ഹെമിസ്ഫിയർ surrounded by a right circular cone of the same base radius as that of the hemisphere. If the radius of the base of the cone is 21 cm and its volume is 2/3 of the volume of the hemisphere, calculate the height of the cone and surface area of the toy. അപ്പോൾ ഇവിടെ നമുക്ക് ടോയ് എങ്ങനെയാണുള്ളത്? ഹെമിസ്ഫെരിക്കലിൻ്റെ മുകളിൽ ഒരു കോണ് അപ്പം ഇങ്ങനെയാണ് ഉള്ളത്. ഇത് ഒരു ഹെമിസ്ഫെരിക്. അപ്പോൾ ഇങ്ങനെയാണ് ഏകദേശം നമ്മുടെ ടോയുടെ ഇതല്ല. എ ടോയ് ഈസ് ദ ഫോം ഓഫ് എ ഹെമിസ്ഫിയർ surrounded by a right circular cone of the same base radius. രണ്ടിൻ്റെയും ബേസ് റേഡിയസ് സെയിം ആണ്. എത്രയാണ് തന്നിട്ടുള്ളത്? ബേസ് റേഡിയസ് എന്ന് പറയുന്നത് റേഡിയസ് ഇസ് ഈക്വൽ ടു 21 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. പിന്നെ പറയുന്നത് അതായത് കോണിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഹെമിസ്ഫിയറിൻ്റെ വോളിയത്തിൻ്റെ 2/3 ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് വോളിയം ഓഫ് കോൺ ഈക്വൽ ടു 2/3 ഇൻറ്റു വോളിയം ഓഫ് ഹെമിസ്ഫിയർ ആണ്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. വോളിയം ഈസ് 2/, അതായത് കോണിന്റെ വോളിയം ഈസ് 2/3 ഓഫ് ദ വോളിയം ഓഫ് ദ ഹെമിസ്ഫിയർ. അപ്പൊ ഇതിൽ നിന്ന് വേണം നമുക്ക് ഹൈറ്റ് കിട്ടാൻ വേണ്ടി. ഹൈറ്റ് ഓഫ് ദ കോൺ തന്നിട്ടില്ല. ഹൈറ്റ് ഓഫ് ദ കോൺ അറിയുകയാണെങ്കിൽ മാത്രമേ ഈ ഹൈറ്റ് നമുക്ക് കിട്ടണം. റേഡിയസ് മാത്രമേ തന്നിട്ടുള്ളൂ. ഒരു ടോയ് ഏത് ഷേപ്പിലാണുള്ളത്? ഹെമിസ്ഫിയറിന്റെ മുകളിൽ ഒരു കോൺ വെച്ച വിധത്തിലാണുള്ളത്. അപ്പോൾ ഈ കോണിന്റെ വോളിയം എന്ന് പറയുന്നത് 2/3 വോളിയം ഓഫ് ദ ഹെമിസ്ഫിയർ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഹൈറ്റ് കിട്ടണം. ഹൈറ്റ് കിട്ടിയതിന് ശേഷം സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മാത്രമേ സർഫസ് ഏരിയ ഓഫ് ദ ടോയ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? വോളിയം ഓഫ് ദ കോൺ എന്ന് പറയുന്നത് 1/3 പൈ r²h ആണ്. അതേ ഈക്വൽ ടു 2/3 ഇൻറ്റു വോളിയം ഓഫ് ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് 2/3 പൈ r³ ആണ്. ഇവിടെ ഈ 2/3 വന്നത് 2/3 ഓഫ് ദ വോളിയം ഓഫ് ദ ഹെമിസ്ഫിയറിൽ നിന്നാണ്. ഇവിടെ വോളിയം ഓഫ് കോൺ എന്ന് പറയുന്നത് 1/3 പൈ r²h. ഇത് 2/3 ഇൻറ്റു വോളിയം ഓഫ് ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് 2/3 പൈ r³. അവിടെ നമുക്ക് പൈ ക്യാൻസൽ ആയിപ്പോയി. 1/3 ക്യാൻസൽ ആയിപ്പോവും. 1/3 ക്യാൻസൽ ആവുമ്പോൾ ഇവിടെ r², അതുപോലെ r² ക്യാൻസൽ ആവും. r² രണ്ടിന്റെ സെയിം റേഡിയസ് തന്നെയാണ്. r² ക്യാൻസൽ ആവുമ്പോൾ ഇവിടെ h is equal to 2/3 ഇൻറ്റു ഇവിടെ ഒരു 2 ഉണ്ടാവും. 1/3 ക്യാൻസൽ ആയി. അതുപോലെ ഒരു r ഉണ്ടാവും. അത്രയും ബാക്കി ഉണ്ടാവും. ബാക്കിയെല്ലാം നമുക്ക് ക്യാൻസൽ ആയി പോകും. അപ്പോൾ 2/3 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 4 ആയി. ഇൻറ്റു r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21. അപ്പോൾ ഇവിടെ 7. നമുക്ക് 28 സെന്റിമീറ്ററിന് ഹൈറ്റ് കിട്ടി. ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഇനി എന്താണ് നമുക്ക് കാണേണ്ടത്? സർഫസ് ഏരിയ ഓഫ് ദ ടോയ് ആണ് കാണേണ്ടത്. സർഫസ് ഏരിയ ഓഫ് ദ ടോയ് എന്ന് പറയുമ്പോൾ അതായത് CSA ഓഫ് ഹെമിസ്ഫിയർ പ്ലസ് CSA ഓഫ് കോൺ. അടുത്തത് കാണേണ്ടത് സർഫസ് ഏരിയ ഓഫ് ദ ടോയ്. അതായത് സർഫസ് ഏരിയ ഓഫ് ദ ടോയ് എന്ന് പറയുന്നത് ടോയ് ഈക്വൽ ടു CSA ഓഫ് ഹെമിസ്ഫിയർ. CSA ഓഫ് ഹെമിസ്ഫിയർ പ്ലസ് CSA ഓഫ് കോൺ. അപ്പോൾ CSA ഓഫ് ഹെമിസ്ഫിയർ എത്രയാണ്? CSA ഓഫ് ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് 2π r². 2π r² പ്ലസ് CSA ഓഫ് കോൺ എന്ന് പറയുന്നത് πr_l ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ റേഡിയസ് എത്രയാണെന്ന് അറിയാം. റേഡിയസ് ഇസ് ഈക്വൽ ടു 21 സെന്റിമീറ്റർ. ഹൈറ്റ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 28 സെന്റിമീറ്റർ. ഇത്രയാണ് അറിയുന്നത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടണം? L കിട്ടിയാൽ മാത്രമേ ഈ സർഫസ് ഏരിയ ഓഫ് ദ ടോയ് കാണാൻ പറ്റുള്ളൂ. ഇതിൽ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്നത് πr കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2r പ്ലസ് L ആണ് വരിക. അപ്പൊ അതിൽ L കണ്ടുപിടിക്കാൻ വേണ്ടി L ഈക്വൽ ടു √r² പ്ലസ് h². അപ്പൊ r² എന്ന് പറയുന്നത് 21² പ്ലസ് h² എന്ന് പറയുന്നത് 28². അപ്പോൾ √441 പ്ലസ് 28 ഇൻറ്റു 28 എന്ന് പറയുന്നത് 64. 6 16 പ്ലസ് 6
22, 16, 1, 5. അപ്പോൾ 4, 8, 784. 784 എന്ന് കിട്ടി. 784 പ്ലസ് 441. 5, 12, 1, 12. 1225. റൂട്ട് 1225 ആണ് വരുന്നത്. റൂട്ട് 1225 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 1225. ലോങ് ഡിവിഷൻ ചെയ്ത് നോക്കാം. അപ്പോൾ 3 3s are 9. ഇവിടെ 3 325. അപ്പോൾ ഇവിടെ എഴുതുമ്പോൾ 6. 65 ഇൻറ്റു 5 എത്രയാണെന്ന് നോക്കാം. 5 2 32 കറക്റ്റാണ്. അപ്പോൾ 5 35 ആണ്. 1225 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L ഈക്വൽ ടു 35 എന്ന് കിട്ടി. L 35 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്താണ് വേണ്ടത്? സർഫസ് ഏരിയ ആണ് വേണ്ടത്. സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ എങ്ങനെ വരും? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സർഫസ് ഏരിയ ഓഫ് ദ ടോയ് ഈക്വൽ ടു പൈ 22/7 ഇൻറ്റു R എന്ന് പറയുന്നത് 21 ആണ്, ഇൻറ്റു 2 ഇൻറ്റു 21 പ്ലസ് 35. അപ്പോൾ ഇവിടെ 7 ഇത് ക്യാൻസൽ ആയി. 3 66 ഇൻറ്റു 2 ഇൻറ്റു 21 എന്ന് പറയുന്നത് 42 പ്ലസ് 35. അപ്പോൾ 42 പ്ലസ് 35 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 77 ആയി. 66 ഇൻറ്റു 77. 66 ഇൻറ്റു 77 ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ്? 4 42 പ്ലസ് 4 46. 42 46 2 8 5082 സെന്റിമീറ്റർ സ്ക്വയർ ആണ് സർഫസ് ഏരിയ ഓഫ് ദ ടോയ്. അപ്പൊ അത് രണ്ടുമായിരുന്നു നമുക്ക് കാണേണ്ടത്. ഹൈറ്റ് ഓഫ് ദ ടോയും അതുപോലെ സർഫസ് ഏരിയ ഓഫ് ദ ടോയ്. ഹൈറ്റ് ഓഫ് ദ ടോയ് നമുക്ക് ആ രണ്ടിന് വോളിയം, അതായത് വോളിയം ഓഫ് കോൺ ഈക്വൽ ടു 2/3 ടൈംസ് ദ വോളിയം ഓഫ് ഹെമിസ്ഫിയർ എടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് ഹൈറ്റ് എത്രയാന്നുള്ളത് കിട്ടും. ഹൈറ്റും റേഡിയസും അറിയുകയാണെങ്കിൽ സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കുക. അതിനുശേഷം സർഫസ് ഏരിയ ഓഫ് ദ ടോയ് എന്ന് പറയുന്നത് CSE ഓഫ് ഹെമിസ്ഫിയർ പ്ലസ് CSE ഓഫ് കോണാണ്. അത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആൻസർ. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ സോളിഡ് സിലിണ്ടർ ഓഫ് ഡയമീറ്റർ 12 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 15 സെൻറ്റിമീറ്റർ. അപ്പോൾ സിലിണ്ടറിൻ്റെ ഹൈറ്റും ഡയമീറ്ററും നമുക്ക് തന്നിട്ടുണ്ട്. ഈസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ഇൻറ്റു ടോയ്സ് വിത്ത് എ ഷേപ്പ് ഓഫ് റൈറ്റ് സർക്കുലർ കോൺ മൗണ്ടഡ് ഓൺ എ ഹെമിസ്ഫിയർ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ. ഇഫ് ദ ഹൈറ്റ് ഓഫ് ദ ടോയ് ഈസ് 12 സെൻറ്റിമീറ്റർ ഫൈൻഡ് ദ നമ്പർ ഓഫ് ടോയ്സ് സോ ഫോംഡ്. അപ്പോൾ അവിടെ നമുക്ക് എത്ര ടോയ്സ് ഫോം ചെയ്യുന്നു എന്നുള്ളതാണ് കാണേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് സോളിഡ് സിലിണ്ടർ, ഒരു സിലിണ്ടർ തന്നിട്ടുണ്ട്, ഒരു സോളിഡ് സിലിണ്ടർ, അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 15 സെൻറ്റിമീറ്റർ. അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ എന്നും തന്നിട്ടുണ്ട്. ഇത് മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയുള്ള ടോയ്സ് ആണ് ഉണ്ടാക്കുന്നത്? ഒരു ഹെമിസ്ഫിയറിൻ്റെ മുകളിൽ കോണ് വെച്ച വിധത്തിലുള്ള ടോയ് ആണ് നമ്മൾ. അപ്പോൾ ഈ ഇങ്ങനത്തെ ടോയ് എത്ര എണ്ണം ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. ഈ ടോയിയുടെ ഹൈറ്റ് തന്നിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് ദ ടോയ് എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ റേഡിയസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് 3 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. റേഡിയസ് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്ന കാര്യങ്ങൾ എഴുതുക. ഡയമീറ്റർ സിലിണ്ടറിൻ്റെത് ഡയമീറ്റർ ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് അവിടെ നമുക്ക് 6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഹൈറ്റ് H is equal to 15 സെൻറ്റിമീറ്റർ ഇത്രയും തന്നിട്ടുണ്ട്. ഇനി ടോയുടെ ആണെങ്കിൽ ടോട്ടൽ ഹൈറ്റ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഹൈറ്റ് ഓഫ് കോൺ എന്ന് പറയുന്നത് കോൺ ഈക്വൽ ടു നമുക്ക് എങ്ങനെ കിട്ടും? ടോട്ടൽ ഹൈറ്റ് 12 ആണ്. 12 ഈ ഹെമിസ്ഫിയറിന്റെ റേഡിയസ് മൈനസ് ചെയ്യുക. ഹെമിസ്ഫിയറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 3 ആണ്. 3 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 9 എന്ന് കിട്ടി. ഹൈറ്റ് ഓഫ് ദ കോണ് 9 ആണ്. കാരണം ടോയ് എന്ന് പറയുന്നത് ഹെമിസ്ഫിയറിന്റെ മുകളിൽ കോണ് വെച്ച വിധത്തിലാണ്. അപ്പോൾ കോൺ അത് മൊത്തമുള്ള ഹൈറ്റ് ആണ് 12 എന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഹെമിസ്ഫിയറിന്റെ ഹൈറ്റ് ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ റേഡിയസ് തന്നെ. അപ്പോൾ റേഡിയസ് നമ്മൾ മൈനസ് ചെയ്തപ്പോൾ ഹൈറ്റ് ഓഫ് ദ കോൺ 9 കിട്ടി. ഇവിടെ നമുക്ക് ഇതില്ലേ, അതായത് ഒരു ഷേപ്പ് സിലിണ്ടറിനെ നമ്മൾ മെൽറ്റ് ചെയ്തിട്ട് ഇതുപോലെയുള്ള ടോയ്സ് ഉണ്ടാക്കുന്നു. എത്ര എണ്ണം അങ്ങനത്തെ എത്ര ടോയ്സ് ഉണ്ടാവും എന്നാണ് നമ്മുടെ ചോദ്യം. അതായത് N ഇൻറ്റു വോളിയം ഓഫ് ടോയ് ഈക്വൽ ടു വോളിയം ഓഫ് സിലിണ്ടർ ആണ്. എത്ര എണ്ണം ഉണ്ടാവും എന്നറിയില്ല. അപ്പൊ ഇതിൽ നമുക്ക് വോളിയം മാത്രമേ ഈക്വൽ ആവുള്ളൂ. വോളിയം ഓഫ് ടോയ് ഈക്വൽ ടു വോളിയം ഓഫ് സിലിണ്ടർ ആണ്.
അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ടോയ്സ് എത്രയുണ്ട് എന്നുള്ളത് n ആണ് കാണേണ്ടത്. എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടോയ്സ്. അപ്പോൾ നമ്പർ ഓഫ് ടോയ്സ് ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് സിലിണ്ടർ ഡിവൈഡ് ബൈ, സിലിണ്ടറിനെയാണ് മെൽറ്റ് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിലുള്ള ടോയ്സ് ആകുന്നത്. അപ്പോൾ എത്ര എണ്ണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോളിയം ഓഫ് സിലിണ്ടർ ഡിവൈഡ് ബൈ വോളിയം ഓഫ് ടോയ്. വോളിയം ഓഫ് ടോയ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം നമുക്ക്? വോളിയം ഓഫ് ഹെമിസ്ഫിയർ, വോളിയം ഓഫ് ഹെമിസ്ഫിയർ പ്ലസ് വോളിയം ഓഫ് കോൺ. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ n കാണുന്നു. വോളിയം ഓഫ് സിലിണ്ടർ ഡിവൈഡ് ബൈ വോളിയം ഓഫ് ഹെമിസ്ഫിയർ, അതായത് വോളിയം ഓഫ് ടോയ് എന്ന് എഴുതിയിട്ട് ടോയുടെ വോളിയം എന്ന് പറയുന്നത് വോളിയം ഓഫ് ഹെമിസ്ഫിയർ പ്ലസ് വോളിയം ഓഫ് കോൺ ആണ്. അപ്പോൾ എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യുക? വോളിയം ഓഫ് ടോയ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാം. വോളിയം ഓഫ് കോൺ, വോളിയം ഓഫ് കോൺ പ്ലസ് വോളിയം ഓഫ് ഹെമിസ്ഫിയർ. വോളിയം ഓഫ് കോൺ അറിയാം നിങ്ങൾക്ക് എത്രയാണ്? 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ്. 1/3 പൈ ആർ സ്ക്വയർ എച്ച് പ്ലസ് ഹെമിസ്ഫിയറിന്റെ വോളിയം എന്ന് പറയുന്നത് 2/3 പൈ ആർ ക്യൂബ് ആണ്. അപ്പൊ രണ്ടും കൂടി ഇവിടെ ഇത് വോളിയം ഓഫ് ടോയ് ആണ്. വോളിയം ഓഫ് ടോയ് ഈക്വൽ ടു 1/3 പൈ ആർ സ്ക്വയർ എച്ച് പ്ലസ് 2/3 പൈ ആർ ക്യൂബ്. അപ്പൊ ഇതിൽ രണ്ടിനും റേഡിയസ് സെയിം ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാം? കോമൺ ആയിട്ട് 1/3 പൈ ആർ സ്ക്വയർ എന്നുള്ളത് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പൊ ഇവിടെ ബാക്കി എന്താണുള്ളത്? എച്ച് പ്ലസ് ഇവിടെ 2r, എച്ച് പ്ലസ് 2r ആണുള്ളത്. ഇവിടെ നമുക്ക് ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് പൈന്റെ വാല്യൂ കൊടുക്കേണ്ട കാര്യമില്ല, അത് ക്യാൻസൽ ആയി പോകും. അപ്പൊ വോളിയം ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് വോളിയം ഓഫ് സിലിണ്ടർ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എച്ച് ആണ്. പൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് സിലിണ്ടറിന്റെ റേഡിയസ് എത്രയാണ്? 6 സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 15 ആണ്. ഇനി രണ്ടും കൂടി ഡിവൈഡ് ചെയ്യാം. നമ്പർ ഓഫ് ടോയ്സ് ഇസ് ഈക്വൽ ടു, നമ്പർ ഓഫ് ടോയ്സ് ഈക്വൽ ടു, അതായത് ഇത് ഡിവൈഡ് ബൈ വോളിയം ഓഫ് സിലിണ്ടർ, സിലിണ്ടർ ഡിവൈഡ് ബൈ നമ്മളിപ്പോ കണ്ടുപിടിച്ചത് 1/3 പൈ ആർ സ്ക്വയർ. ആർ എത്രയാണ്? ഇതിന്റെ ആർ എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. റേഡിയസ് ഇസ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 3 സ്ക്വയർ ഇൻറ്റു എച്ച് എത്രയാണ്? എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ കോൺ നമ്മൾ കണ്ടുപിടിച്ചു 9 പ്ലസ് 2 ഇൻറ്റു 3. അപ്പൊ ഇത്രയാണ് ഉള്ളത്. ഇനി ഇതിലിപ്പോ നമുക്ക് പൈ ക്യാൻസൽ ആയി പോയി. അടുത്തത് അപ്പോൾ ഈ 3 മുകളിലേക്ക് പോകും. 3 ഇൻറ്റു 6 ഇൻറ്റു 6 ഇൻറ്റു 15 ഡിവൈഡ് ബൈ ഇവിടെ 3 ഇൻറ്റു 3, ഇത് 9 പ്ലസ് 6 എന്ന് പറയുന്നത് എത്രയാവും? 15 ആവും. അപ്പോൾ 15 ക്യാൻസൽ ആയി 2. അപ്പോൾ എത്രയാണ് വരുന്നത്? 12. അപ്പോൾ നമ്പർ ഓഫ് ടോയ്സ് എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഏതിനെയാണോ മെൽറ്റ് ചെയ്തിട്ട് മാറ്റുന്നത്, അപ്പോൾ രണ്ടിൻ്റെയും വോളിയാണ് നമുക്ക് ഇവിടെ ഈക്വൽ ആവുക. നമ്പർ ഓഫ് ടോയ്സ് എന്ന് പറയുന്നത് വോളിയം ഓഫ് സിലിണ്ടർ ഡിവൈഡ് ബൈ വോളിയം ഓഫ് ടോയ് ആണ്. അപ്പോൾ 12 ആണ് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ റൈറ്റ് സർക്കുലർ സിലിണ്ടർ ആൻഡ് എ കോൺ ഹാവ് ഈക്വൽ ബേസസ് ആൻഡ് ഈക്വൽ ഹൈറ്റ്സ്. അപ്പോൾ ഒരു സിലിണ്ടറും ഒരു കോണും അതിൻ്റെ ബേസ് റേഡിയസും ഹൈറ്റും ഈക്വൽ ആണ്. ഇഫ് ദിയർ കർവ് സർഫസ് ഏരിയാസ് ആർ ഇൻ ദ റേഷ്യോ 8:5, ഷോ ദാറ്റ് ദ റേഷ്യോ ബിറ്റ്വീൻ റേഡിയസ് ഓഫ് ദിയർ ബേസസ് ടു their heights is 3:4. റേഡിയസ് ഓഫ് ദിയർ ബേസസ് ടു their heights, അതായത് റേഡിയസും ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ 3:4 നമുക്ക് പ്രൂവ് ചെയ്യണം. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിന് ആദ്യം നമ്മൾ പറയുന്നു ലെറ്റ് R be the radii of cylinder, അതായത് റൈറ്റ് സർക്കിൾ സിലിണ്ടർ ആൻഡ് കോൺ ആണ്. സിലിണ്ടറിന്റെയും കോണിന്റെയും ബേസ് റേഡിയൈ എന്ന് പറയുന്നത് R ആയിട്ടുണ്ട്. സിലിണ്ടർ ആൻഡ് കോൺ ഹൈറ്റ് h ആയിട്ടും എടുത്തു. ഹൈറ്റ് h. അങ്ങനെയാണെങ്കിൽ എന്താണ് പറയുന്നത്? കർവ് സർഫസ് ഏരിയാസ് ആർ ഇൻ ദ റേഷ്യോ CSA ഓഫ് സിലിണ്ടർ എന്താണ്? CSA ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് 2πRh ആയിരിക്കും. CSA ഓഫ് കോൺ
പൈ ആർ എൽ ആണ് വരിക. അപ്പൊ എൽ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് റേഡിയസ് ആറും ഹൈറ്റ് എച്ചും ആണെങ്കിൽ എൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? √r² + h². നമ്മൾ ആദ്യം തന്നെ എല്ലിന്റെ പ്ലേസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? CSA റേഷ്യോ 8:5 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും CSA റേഷ്യോ 2πrh ഡിവൈഡ് ബൈ πrl. πrl എന്നുള്ള പ്ലേസിൽ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? √r² + h² എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 8:5 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഇത്രയേ ഉള്ളൂ നമുക്ക് തന്ന കാര്യം. കേർവ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടറും കോണും അതിന്റെ റേഷ്യോ ആണ് നമുക്ക് എന്തായി തന്നിട്ടുള്ളത്? 8:5. ഇവിടെ πrl ആണ് കോണിന്റെ CSA എന്ന് പറയുന്നത്. എല്ല് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ നമ്മൾ റേഡിയസും ഹൈറ്റും മാത്രം അവിടെ ഈക്വൽ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമ്മളിവിടെ ഇങ്ങനെ എഴുതി L = √r² + h². അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതിലിപ്പോ നമുക്ക് πr ക്യാൻസൽ ആയിപ്പോയി. അപ്പോ 2h ഡിവൈഡ് ബൈ √r² + h² ആണ് നമുക്ക് എന്തായിട്ട് കിട്ടിയിട്ടുള്ളത്? 8/5. ഇതിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 2ഉം 8ഉം കൂടി ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ 4 എന്ന് എഴുതാം. അപ്പൊ h/r² + h² = 4/5 ആണ് കിട്ടിയിട്ടുള്ളത്. ഈ റൂട്ട് പോകാൻ വേണ്ടി നമ്മൾ സ്ക്വയർ ചെയ്യുന്നു. സ്ക്വയർ ചെയ്യുമ്പോൾ h² / r² + h² = 16/25 എന്ന് കിട്ടി. സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ h² / r² + h² എന്ന് പറയുന്നത് 16/25. ഇനി എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 25h² = ഇവിടെ 16 × r² + h² എന്ന് വരും. ഇനി 25h² = 16r² + 16h² എന്ന് കിട്ടി. ഇനി h² ഒരേ സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ 25h² - 16h² = 16r² എന്ന് കിട്ടി. ഇത് എത്രയാണ് വരുന്നത്? ഇത് 9h² = 16r² എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ r²/h² എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് വരുന്നത്? r²/h² എന്ന് പറയും. ഈ h² ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി 16 ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. അപ്പോൾ 9h² ഇപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത്. നമുക്ക് 9h² = 16r². നമുക്ക് r/h 3/4 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഈ hനെ ഇങ്ങോട്ടേക്ക്, അതായത് r²/h² = 9/16 എഴുതാൻ കഴിയുന്നത്. r² ഡിവൈഡ് ബൈ h². ഈ 16 ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? ഡിവൈഡ് ആവും. അപ്പോൾ 9/16 കിട്ടി. അങ്ങനെയാണെങ്കിൽ r/h എന്ന് പറയുന്നത് എന്തായിരിക്കും? 3/4. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. റേഡിയസ് ഓഫ് ദിയർ ബേസസ് ടു ദിയർ ഹൈറ്റ്സ് ഈസ് 3:4 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ റേഡിയസ് ഈസ് ടു ഹൈറ്റ് എന്ന് പറയുന്നത് 3:4 എന്ന് കിട്ടി. അപ്പൊ ഇതിൽ ഇത്രയേ അറിയേണ്ടതുള്ളൂ. നമുക്ക് അതിന്റെ CSA റേഷ്യോ തന്നിട്ടുണ്ട്. CSA റേഷ്യോ എഴുതിയതിന് ശേഷം അവിടെ നമുക്ക് ഇതെല്ലാം ക്യാൻസൽ ആയി പോയിട്ട് ഇങ്ങനെ കിട്ടും. ഈ റൂട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്വയർ ചെയ്യുന്നു. സ്ക്വയർ ചെയ്യുന്ന സമയത്ത് 9h² = 16r² എന്ന് കിട്ടിക്കഴിഞ്ഞാൽ r² നമുക്ക് റേഡിയസും ഹൈറ്റിന്റെ റേഷ്യോ ആണ് വേണ്ടത്. ആ രീതിയിലേക്ക് അതിനെ എഴുതിയാൽ മതി. അപ്പോൾ r²/h² എന്ന് പറയുന്നത് 9/16 എന്ന് കിട്ടി. അപ്പോൾ r/h എന്ന് പറയുന്നത് 3/4. അപ്പോൾ r/h എന്ന് പറയുന്നത് 3:4 എന്ന് കിട്ടും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.